ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശിവശങ്കർ കഴിഞ്ഞ ദിവസം ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ഒത്തുചേർന്ന് ചോദ്യം ചെയ്തിരുന്നു. ശിവശങ്കറിനെ വെട്ടിലാക്കുന്ന മൊഴിയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ നൽകിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. ശിവശങ്കർ പറഞ്ഞിട്ടാണ് സ്വപ്ന സുരേഷിന് ലോക്കർ തുറന്നു നൽകിയതെന്ന് വേണുഗോപാൽ ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. സ്വപ്ന സുരേഷിന് ജോലി നൽകിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്ന ശിവശങ്കറിന്റെ വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിരുന്നു. ശിവശങ്കറിനെ ഇഡി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സുവി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സുവി, ഇന്നലെ പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകൾ ഏറെ നിർണായകമാണ്. ഒപ്പം ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇഡിയോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ മൊഴിയിൽ നിർണായകമാകുമെന്നാണ് വിവരം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന വേണുഗോപാലിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ശിവശങ്കറും ഇവിടെയുണ്ട്. ഇരുവരെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വേണുഗോപാലിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് ഇഡിക്ക് ലഭിച്ചത്. ഈ മൊഴികൾ കഴിഞ്ഞ ദിവസം പണ്ട് നൽകിയ അതേ മൊഴികൾ വേണുഗോപാൽ ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്വപ്ന സുരേഷിന്, സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷിന് ലോക്കർ തുറന്നു നൽകിയത് ശിവശങ്കർ പറഞ്ഞിട്ടാണ് എന്നാണ് വേണുഗോപാൽ മൊഴി നൽകിയിരിക്കുന്നത്. 2018 ലോക്കർ തുറന്നു നൽകിയത്. 30 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ ലോക്കറിൽ സ്വപ്ന കൊണ്ടുവച്ചത്. അത് ഒരു ബാഗിലാക്കി തന്റെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു, വേണുഗോപാലിന്റെ വീട്ടിലെത്തിക്കുകയായിരുന്നു. വീട്ടിലെത്തിച്ച സമയത്ത് ശിവശങ്കറും അതിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും വേണുഗോപാൽ മൊഴി നൽകിയിട്ടുണ്ട്. 3 തവണയാണ് സ്വപ്ന സുരേഷ് ലോക്കർ തുറന്നിരിക്കുന്നത് എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സ്വപ്ന സുരേഷിന് ലോക്കർ തുറന്നു നൽകാൻ പറഞ്ഞിരിക്കുന്നത് ശിവശങ്കറാണ്. ഈ ലോക്കറിൽ നിന്നാണ് കമ്മീഷൻ എന്ന് കരുതുന്ന 1 കോടി രൂപയുടെ കോഴപ്പണം അന്വേഷണ സംഘത്തിന് കിട്ടിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇത് കമ്മീഷൻ വ്യവസ്ഥയിൽ കിട്ടിയ കോഴയാണ്, ശിവശങ്കറിന് കിട്ടിയ കോഴയാണ് എന്ന് സ്വപ്ന സുരേഷ് പറയുകയും ചെയ്തു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ശിവശങ്കർ നിരാകരിക്കുകയാണ്, അല്ലെങ്കിൽ മൗനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് വേണുഗോപാലിനെയും ശിവശങ്കറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം ഇഡിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഏതായാലും ഒരു കുറ്റസമ്മത മൊഴിയൊന്നും ഇതുവരെയും ശിവശങ്കർ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതിൽ വളരെ നിർണായകമാണ് എന്തൊക്കെയാണ് ശിവശങ്കർ ഈ മൗനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനി പറയാനുള്ളത്. ആ മൗനം ഭഞ്ജിക്കാനുള്ള യത്നങ്ങളാണ് ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് സ്വപ്ന സുരേഷിന് ജോലി നൽകിയിരിക്കുന്നത് എന്നൊരു വാട്സപ്പ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ഇതും കോടതിയിൽ ഇഡി സമർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി CM പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി തരുന്നത്. ഈ ജോലി ചെറിയൊരു ജോലിയാണ്, ചെറിയ പ്രൊഫൈലാണ് ഈ ജോലിക്ക്, പക്ഷെ അതിന് ഡബിൾ ശമ്പളമായിരിക്കും ഉണ്ടാവുക എന്നും ശിവശങ്കരൻ സ്വപ്നയോട് പറയുന്നതാണ് പുറത്തു വന്നിരിക്കുന്നത്. 2019 ജൂലൈ മാസം 31-ാം തീയതി നടത്തിയ ചാറ്റ് സംഭാഷണമാണ്. രാത്രി 11:49 ഈ ചാറ്റ് സംഭാഷണം നടത്തുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ശിവശങ്കറിനോട് ചോദിച്ചപ്പോൾ സ്വപ്ന വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ഒരു ഘട്ടത്തിൽ സ്വപ്നയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭാഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുകയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചില നിയമ വിദഗ്ധരിൽ പലരും പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും അങ്ങനത്തെ ഒരു നീക്കത്തിലേക്ക് ഇപ്പോഴും ഇഡി കടന്നിട്ടില്ല. ഇഡി ഈ റിപ്പോർട്ട്, അതായത് ഈ ചാറ്റ് സംഭാഷണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം PMLA കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വളരെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചാറ്റ് സംഭാഷണങ്ങളാണ് ഇപ്പോൾ ഇഡിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ 5 ദിവസവും ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമാനതാനും. വേണുഗോപാലുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ, വേണുഗോപാലിനെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നിരുന്നു. ഇനിയുള്ള ഇഡിയുടെ നീക്കം, ചോദ്യം ചെയ്യലിന്റെ രീതി അത് ഏത് തരത്തിലായിരിക്കും, ഏതൊക്കെ ആളുകളുമായി ബന്ധപ്പെടുത്തിയുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്? രഞ്ജിത്ത്, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ നടത്തിയാൽ മാത്രമേ ഈ കേസിൽ സത്യം പുറത്തുവരൂ എന്നാണ് ഇഡി നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എല്ലാ ചോദ്യങ്ങളോടും നിസ്സഹകരണ മനോഭാവമാണ് കഴിഞ്ഞ ചോദ്യം ചെയ്യലുകളിലെല്ലാം തന്നെ ശിവശങ്കരൻ പുലർത്തിയിരുന്നത്. ആ മൗനം വഞ്ചിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ അതിനും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ശിവശങ്കരൻ തയ്യാറാകുന്നില്ല. ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് ശിവശങ്കരൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിലാണ്
ഈ ഓരോ ചാറ്റ് സംഭാഷണങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ശിവശങ്കറിനെ കാണിച്ചു നൽകുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് വേണുഗോപാലിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും നടത്തുന്നത്. ഒപ്പം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തുന്നുണ്ട്. ശിവശങ്കറിന് ഇത്തരത്തിൽ ഈ 1 കോടി രൂപ കമ്മീഷൻ വ്യവസ്ഥയിൽ കോഴ ലഭിച്ചു എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഇത്തരത്തിൽ കോഴ ലഭിച്ചിട്ടുണ്ടോ, ആ തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന എന്തെങ്കിലും ഇടപാടുകൾ ശിവശങ്കരൻ നടത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ഇപ്പോൾ അന്വേഷണം പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ ഇഡിയുടെ കസ്റ്റഡിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഏറെ നിർണായകമായ വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും ചോദ്യം ചെയ്യലിൽ ഇഡിക്ക് ലഭിക്കുന്നുണ്ട്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടും ശിവശങ്കറിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. വാട്സപ്പ് ചാറ്റുകളടക്കം ഏറെ നിർണായകമാണ് താനും.